ഹലോ ഗായ്സ്, പൊന്നു സ്ട്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഫ്രഷായി. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയും തണുപ്പും ചൂടും എല്ലാം കൂടി ആയപ്പോഴത്തേന് ഒരു മൂടിയ ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്ന് 36th വീക്കാണ് എൻ്റെ പ്രഗ്നൻസി. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, ലാസ്റ്റ് സ്റ്റേജ് അടുക്കാറായപ്പോഴത്തേന് നല്ല ചുമയും പനിയൊക്കെ ആയിട്ടോ. ചുമ എന്ന് പറഞ്ഞാൽ നല്ല ചുമയുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോകണം. ഇനി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പപ്പ എടുത്തോണ്ട് മൂടൊക്കെ ഒന്ന് മാറ്റാനൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഓരോന്നൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങിരുന്നു. അപ്പോൾ രാവിലെ എനിക്കങ്ങനെ കാപ്പി കുടിക്കുന്ന പതിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അല്ലെങ്കിലും കാപ്പിയൊന്നും കുടിക്കാത്ത ഒരാളാണ്. അപ്പോൾ രാവിലെ തന്നെ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച്, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഭയങ്കര കുത്തലും കാര്യങ്ങളും ആണ് കേട്ടോ. അപ്പം രാവിലെ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ അവൾ വന്നിരുന്ന് അവൾക്കും ഒരു റസ്കൊക്കെ കൊടുത്ത് അവളും ഹാപ്പിയായി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം ഡേറ്റ് എടുക്കാറായിട്ടുണ്ട്. ഇനി വലിയ താമസമൊന്നും ഇല്ല. അപ്പം ആളിനി എത്തണം. അപ്പോൾ എൻ്റെ ചുമയുടെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ മരുന്നുകളാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കണം, കൂടെ തന്നെ കാൽസ്യം അയണും കഴിക്കണം, അങ്ങനെ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പം ചുമ മാറാനായിട്ട് കഫ് സിറപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക്സ് 12 മണിക്കൂർ കൂടിയിട്ടുള്ള ഗുളികയാണ്. അപ്പം അതിന് മുന്നേ അരമണിക്കൂർ മുന്നേ ഭക്ഷണത്തിന് മുന്നേ ഉള്ള ഗുളിക ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് നല്ല വിശപ്പായി. അപ്പം രാവിലെ തന്നെ ചപ്പാത്തിയും ചട്നി ഉണ്ടായിരുന്നു. പിന്നെ തലേദിവസത്തെ കറിയെല്ല് കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി അങ്ങൊരു പിടി പിടിച്ചു. എനിക്കിഷ്ടമാണ് കേട്ടോ ചട്നിയും ചപ്പാത്തിയും. ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ആഡ് ചെയ്യും കേട്ടോ, എൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പം അമ്മ അങ്ങനെ ആഡ് ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച്, അപ്പോൾ അവളും ഓൾറെഡി നേരത്തെ കഴിച്ചു കേട്ടോ. അവളും കഴിച്ചിട്ടാണ് അതിലൂടെ ഇങ്ങനെ പൂച്ചയും പിടിച്ചുകൊണ്ട് നടക്കുകയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് കഴിപ്പെല്ലാം. അങ്ങനെ കഴിപ്പ് ഒരു മണിക്കൂറോളം നീളും. ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ തീരും. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് 11 മണിക്കായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് ഒരു സ്ഥലത്ത് OP ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം, ഡോക്ടർ 12 ആകുമ്പോഴത്തേനേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞ് അങ്ങ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങി ഹോസ്പിറ്റൽ ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഡെലിവറിയുടെ ഭാഗമായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 24 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ ഇവിടുന്ന് യാത്ര. 20 മിനിറ്റ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് എത്തും കേട്ടോ. നല്ല വഴി, നല്ല റോഡാണ്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇവിടെ ഒരു റെയിൽപാളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്താറാകുമ്പോഴത്തേന് കുറച്ച് ലേറ്റാവും. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫ്ലൂയിഡ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്നായിരുന്നു പറഞ്ഞ് സ്കാൻ ചെയ്യാം. അപ്പോൾ ഡോക്ടർ തന്നെ സ്കാൻ ചെയ്ത് നോക്കുമായിരുന്നു. അതുകൊണ്ട് സ്കാനിൻ്റെ കാര്യങ്ങളും എല്ലാത്തിലും ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചുമയും കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടോയെന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂറോളം ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പാവയ്ക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, എനിക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇനി അടുത്ത സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്കാനിങ് കഴിയുമ്പം അറിയാം. അപ്പോൾ ആൾ വന്നിട്ട് വേണം എന്നെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യവും ആൾ വന്നിട്ട് കുഞ്ഞിനെ കാണാനായിട്ട്, കുഞ്ഞിനെ ആദ്യമായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പം വിചാരിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ 37th വീക്കിലാണ് എൻ്റെ ഫ്ലൂയിഡ് ബ്രേക്കായി. അങ്ങനെ ഞാൻ പോകുമായിരുന്നു, ലേബർ റൂമിലേക്ക് നേരെ പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ
എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അടുത്ത ആഴ്ചയാണ് 37th വീക്കിലേക്ക് പോണത്. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ്. അപ്പോൾ ഡോക്ടറും പറഞ്ഞു നമുക്ക് ആൾ വന്നു കഴിയുമ്പം ഓക്കെ ഹാപ്പിയായി അഡ്മിറ്റൊക്കെ ചെയ്ത് ഓക്കെ ആവാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മീൻകട ചെന്നിട്ടോ. അപ്പം എനിക്ക് കിളിമീൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേറെ ഏതോ ഒരു മീനാണ് പപ്പ മേടിച്ചത്. അപ്പോൾ അതങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാണ്, മീൻ കടയിൽ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഇഷ്ടംപോലെ നല്ല കായൽ മത്സ്യങ്ങളും അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. അപ്പം അതൊക്കെ വാങ്ങിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു പുഞ്ചവയൽക്കാറ്റ് എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ഒരു പ്ലേസ് ഒന്നുമല്ല, ഒരു സ്പോട്ടാണിത്. അവിടെ ഇഷ്ടം പോലെ ആമ്പലുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ആമ്പലെല്ലാം ഇങ്ങനെ ചെറുതൊക്കെ ഉണങ്ങി ഒക്കെ ഇരിക്കുകയാണ്. ചിലതൊക്കെ മൊട്ടായിട്ടേ ഉള്ളൂ, വിരിഞ്ഞിട്ടൊന്നും ഇല്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങളിപ്പോൾ അവിടെ നോക്കുവാണ് എങ്ങനെയെങ്കിലും ഒരു 2 ആമ്പൽ കിട്ടുമോ. പക്ഷേ ഒരു രക്ഷയില്ല, അങ്ങ് അകലെയാണ് ആമ്പലുകളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് പറിക്കാനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ നല്ല സീനറീസാണ് കേട്ടോ. സീനറി എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ അവൾ ഉറക്കമായിട്ടോ. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് നല്ല ചൂടോടുകൂടി ഏലക്ക ചായ ഇട്ടൊക്കെ തന്നു. പിന്നെ പപ്പ വരുന്ന വഴിക്ക് കുറച്ച് ബജിക്കട കയറി കുറച്ച് ചെറുകടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സുഖിയനും ഒരു ബോളിയും എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് ഹാപ്പിയായി ഇരിക്കുകയാണ്. ഇനി അടുത്തത് ഞാനും എൻ്റെ ഈ സമയം കൂടി ഞങ്ങളുടെ പപ്പ വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. സ്റ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ.